അസ്സലാമു അലൈക്കും. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു ഫൈസൽ. യേശു ക്രൂശിലേറ്റപ്പെട്ടു എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളും, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല എന്ന് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. യേശു ക്രൂശിലേറ്റപ്പെട്ട ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്ന സംഭവം ഉണ്ടായതിനു ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ അവതരിക്കുന്നത്. ഈ 600 വർഷത്തിന് ശേഷം വന്ന ഖുർആനിലൂടെയാണ് യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അറിയുന്നത്. അത്രയും നാൾ ആ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം ദൈവം എന്തുകൊണ്ട് മറച്ചു വച്ചു? 600 വർഷം വരെ അത് ആർക്കും അറിയില്ലായിരുന്നു. ആ കൊന്നവർ പോലും ധരിച്ചിരുന്നത് കൊല്ലപ്പെട്ടത് യഥാർത്ഥ യേശു തന്നെയാണെന്നാണ്. അപ്പോൾ അവിടെ അന്ന് ആ യേശു കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ച ക്രിസ്ത്യാനികൾ എങ്ങനെ തെറ്റുകാരാവും? 600 വർഷത്തിന് ശേഷമല്ലേ ദൈവം ഇത് ജനങ്ങളോട് പറഞ്ഞത്? യേശു കൊല്ലപ്പെട്ടു എന്ന വിവരം ആളുകളെ അറിയിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം. അപ്പോൾ ഈ 600 വർഷങ്ങൾക്കിടയിൽ വിശ്വസിച്ച ആളുകൾ എങ്ങനെ തെറ്റുകാരാകുന്നു? യഥാർത്ഥ ഖുർആൻ പറയുന്നത് വളരെ കൃത്യമായി പരിശോധിച്ച് നോക്കാം. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു. അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല. അവർക്ക് അങ്ങനെ സദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്, അങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അവരുടെ കാര്യത്തിൽ അവർ സംശയത്തിൽ തന്നെയാണ്. അത് അവർക്ക് ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ്. ജൂതന്മാരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ക്രൈസ്തവ ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമായി ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ടെങ്കിലും ക്രൈസ്തവ ലോകത്ത് തന്നെ അതിലെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ആദ്യകാലത്ത് തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്കിടയിൽ. അതിൻ്റെ ഭാഗമാണ് ബർണബാസിൻ്റെ സുവിശേഷത്തെ പോലുള്ള സാധനങ്ങൾ. ബർണബാസിൻ്റെ സുവിശേഷം ബർണബാസ് എന്ന യേശുവിൻ്റെ ശിഷ്യൻ എഴുതിയതാണ് എന്നാണ് ആ സുവിശേഷത്തിലുള്ളത്. ബർണബാസിൻ്റെ സുവിശേഷ പ്രകാരം യേശുവല്ല, മറിച്ച് യൂദാസാണ് ക്രൂശീകരിക്കപ്പെട്ടത്. യേശുവല്ല, യാക്കോബാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടെന്ന്. യേശുവല്ല, യാക്കോബാണ്, യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു അന്ന്. അതിനും രേഖകളുണ്ട്. ചുരുക്കത്തിൽ അന്ന് മുതൽക്കേ സംശയത്തിലാണ് ആളുകൾ. തീർച്ചയായും അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ വീക്ഷണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അത് വിശ്വസിച്ചവർ കുറ്റക്കാരാണോ? അത് വിശ്വസിച്ചത് കുറ്റമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. യേശു ക്രിസ്തു മരിച്ചു എന്നൊരാൾ വിശ്വസിച്ചാൽ അത് കുറ്റമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. മറിച്ച് യേശു ക്രിസ്തു മരിച്ചതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ആശയങ്ങളാണ് കുറ്റകരം. ഒരു പ്രവാചകൻ അയാൾ മരിച്ചുവോ അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടുവോ എന്നതൊരു വിഷയമല്ല. ഇപ്പോൾ ഇബ്രാഹിം നബി സാധാരണഗതിയിൽ മരിച്ചതാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു എന്ന് വിചാരിക്കുക, അത് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി പറയാത്തത് കൊണ്ട് തന്നെ അതൊരു കുറ്റകരമായ കാര്യമല്ല. എന്നാൽ കുറ്റകരമാവുക അതിൻ്റെ മുകളിൽ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണം, യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക, അങ്ങനെ ഒരാൾ വിശ്വസിച്ചു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണില്ല. മറിച്ച് ആ ക്രൂശിലെ രക്തം വഴി ലോകത്തെ മനുഷ്യരുടെ പാപങ്ങൾ മുഴുവനും കഴുകപ്പെട്ടെന്നും ആ പാപങ്ങൾ കഴുകാൻ നിമിത്തമായ രക്തത്തിൻ്റെ ഉടമസ്ഥനായ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും യേശു തന്നെ ദൈവമാണെന്നും ത്രിയേക ദൈവങ്ങളിൽ ഒരാളാണ് എന്നുമെല്ലാമുള്ള വിശ്വാസം വരുമ്പോഴാണ് പ്രശ്നം. ആ വിശ്വാസത്തെ ഖുർആൻ ആ വിശ്വാസം കടന്നു വരാതെ സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഖുർആന്റെ കാലം വരെ ഏതെങ്കിലും വിഭാഗങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് തന്നെ മതം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ആളുകളിൽ ചെറിയൊരു വിഭാഗമെങ്കിലും പലപ്പോഴും ഈ തെറ്റായ ധാരണകളെ, യേശുവിനെ കുറിച്ചുള്ള യേശു ദൈവപുത്രനാണ് എന്നുള്ള ധാരണകളെ തിരസ്കരിച്ചുകൊണ്ട് തന്നെ നിലനിന്ന് പോന്നിട്ടുണ്ട്. അതിൻ്റെ അടിത്തറ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായ ക്രൂശീകരണം എന്നുള്ള ആശയത്തെ ശക്തമായി നിഷേധിച്ചത് പരിശുദ്ധ ഖുർആനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ സ്വാഭാവികമായും ചരിത്രത്തിലുണ്ടായൊരു സംഭവം
ആ സംഭവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലുണ്ടായൊരു പ്രത്യയശാസ്ത്രം ഉണ്ടാകുമ്പോഴാണ്, ഒരു മതവിശ്വാസം ഉണ്ടാകുമ്പോഴാണ്, ഒരു ദർശനം ഉണ്ടാകുമ്പോഴാണ് ആ തെറ്റിദ്ധാരണ പ്രശ്നമാകുന്നത്. ആ ദർശനം പൂർണ്ണ വളർച്ചയെത്തിയപ്പോഴേക്ക് അള്ളാഹു തന്നെ ആ ദർശനത്തിൻ്റെ അടിത്തറയെ തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈസാ നബി പഠിപ്പിച്ച ആദർശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ഏതാനും വ്യക്തികളിലായിട്ടെങ്കിലും നിലനിന്ന് പോകുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.